നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും മന്ത്രവാദം, ബ്ലാക്ക് മാജിക്, സാത്താൻ സേവ തുടങ്ങിയ പരിപാടികളെപ്പറ്റി കേട്ടിട്ടുള്ളവരാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും മറ്റും നമ്മൾ പല ആവർത്തി കേട്ടിട്ടുമുണ്ട്. ഇതിലൊക്കെ തന്നെ അന്ധമായി വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പല പല ആവശ്യങ്ങൾ നിറവേറാനും പല ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടി അന്ധമായൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇതിനെ സമീപിക്കുന്നു. അതിൻ്റെ പേരിൽ എന്ത് ഹീനകൃത്യം വേണമെങ്കിലും ചെയ്യാൻ പാകത്തിന് മനുഷ്യൻ്റെ മനസ്സ് അടിയുറച്ചു പോകുന്നു. എന്നാൽ ഏത് രീതിയിലാണ് ഈ ദുരാചാരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കുന്നത്? വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ ദുരാചാരങ്ങളിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ അവൻ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഭവമോ കേട്ടറിവുകളോ ഉണ്ടായിരിക്കണം. അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും അവൻ വീണ്ടും വീണ്ടും അതിൽ ആകൃഷ്ടനാകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിലെടുക്കുക. അതെന്ത് വേണമെങ്കിലും ആവാം, പേനയോ പെൻസിലോ എന്ത് വേണമെങ്കിലും. ഇനി ആ വസ്തുവിനെ നോക്കി നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ആഗ്രഹം സാധിച്ചു കിട്ടും. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ വസ്തുവിൻ്റെ ചിത്രമായിരിക്കും. അടിക്കടി നിങ്ങളുടെ മനസ്സിൽ ആ വസ്തുവിനോടൊരു ആരാധന തോന്നും. ആ വസ്തുവിന് എന്തോ പ്രത്യേകതയുള്ളതായിട്ട് തോന്നും. പിന്നെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾ ആ വസ്തുവിനോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങളുടെ വലിയ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത പ്രയത്നങ്ങളെപ്പറ്റി നിങ്ങൾ ഓർക്കുകയുമില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവനും അപ്പോൾ ആ വസ്തുവും അതിനോടുള്ള വിശ്വാസവും മാത്രമായിരിക്കും. ഇതുപോലത്തെ ദുരാചാരങ്ങളിൽ മനുഷ്യൻ വിശ്വസിക്കാനുള്ള ആദ്യത്തെ കാരണം അവന് കിട്ടി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു അനുഭവം തന്നെയായിരിക്കും. എന്നാൽ ഈ അനുഭവങ്ങളാകട്ടെ തീർത്തും സ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ഇതുപോലത്തെ അനുഭവങ്ങൾ കേൾക്കുന്ന വ്യക്തികളും ഈ ദുരാചാരത്തിലേക്ക് ആകൃഷ്ടരാകും. മറ്റൊരാളുടെ ആഗ്രഹം ഇങ്ങനെയാണ് സാധിച്ചെന്ന് മനസ്സിലാവുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അയാൾക്കും തൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനൊരു റിച്വലിലൂടെ നേടിയെടുക്കാനുള്ള ആഗ്രഹമുണ്ടാകും, അല്ലെങ്കിൽ തോന്നലുണ്ടാകും. ആ രണ്ടാമത്തെ വ്യക്തിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് കേട്ടറിഞ്ഞ് പിന്നെ പലരും വരും. പിന്നീട് ഇതൊരു ചെയിൻ പോലെ പ്രവർത്തിക്കും. ഒട്ടുമിക്ക ദുരാചാര കൾട്ടുകളും ആൾ ദൈവങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നം, ഏത് വലിയ ആഗ്രഹവും പെട്ടെന്ന് സാധിച്ചെടുക്കാനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ അന്വേഷണത്തിലൊടുവിലും ചിലരെത്തപ്പെടുന്നത് ദുർമന്ത്രവാദത്തിൽ തന്നെയാണ്. സ്ലോ പ്രോസസ്സിനോട് മനുഷ്യനൊട്ടും താല്പര്യമില്ല. ഏത് കാര്യവും പെട്ടെന്നങ്ങനെ സാധിച്ചെടുക്കാമെന്നുള്ള അത്യാഗ്രഹവും മനുഷ്യനെ ദുരാചാരത്തെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആളുകളുടെ വിശ്വാസത്തെയും അത്യാഗ്രഹത്തെയും മുതലെടുത്ത് തന്നെയാണ് ഇന്നും പല ദുരാചാര കൾട്ടുകളും നിലനിൽക്കുന്നത്. ദുരാചാരത്തിന് പുറമെ അന്ധവിശ്വാസങ്ങളും ഈ രീതിയിൽ നിലനിന്നു പോകുന്നു. എന്നാൽ ഈ വിശ്വാസങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെ തൻ്റേതായ കാരണങ്ങളാൽ തന്നെ മനുഷ്യൻ ഉണ്ടാവുന്നതായിരിക്കാം. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന വ്യക്തികളും പിന്നീട് അവസാന ആശ്രയം എന്ന രീതിയിൽ ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാറുണ്ട്. വിദ്യാസമ്പന്നരായ വ്യക്തികൾ പോലും പലപ്പോഴും ഇതിനിരകളായി കണ്ടുവരുന്നു. ഇതുപോലത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.